ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുണ്ടക്കയും ചൂരൽമലയുമൊക്കെ കരകയറുന്നതേയുള്ളൂ. നടുക്കുന്ന ഓർമ്മയാണ് ദുരന്ത ബാധിതർക്ക് ഇപ്പോഴും അത്. ഉരുൾപൊട്ടലിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. നാട് മുഴുവൻ ഇപ്പോൾ ഒപ്പം നിൽക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രം പോരാ. പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിലേക്ക് മടങ്ങാൻ ആ ജനതയുടെ കൂടെ നിൽക്കണം. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുകയാണ് ആദ്യം അതിജീവനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. ചൂരൽമലയിലെ കടയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സുർജിത്ത്, നടുക്കുന്ന ഓർമ്മയാണ് ഉരുൾപൊട്ടൽ. ആ ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്ര ഭയാനകമായിരുന്നു അവിടുത്തെ സ്ഥിതി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ചൂരൽമല ജംഗ്ഷനിലെ 2 കടകളിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, ഈ ചൂരൽമല നേരത്തെ പാലമുണ്ടായിരുന്ന, ഇപ്പോൾ ബെയിലി പാലമുള്ള ആ പ്രദേശത്തോട് ചേർന്ന് ഒത്ത നഗരത്തിലുള്ള വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ അടുത്തുള്ള അഷറഫ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കടയായിരുന്നു. അവിടെ 20 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് നശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക കണക്കെടുപ്പ്. അവിടുത്തെ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അവിടുത്തെ പല ഉപകരണങ്ങളും ഇങ്ങനെ വെള്ളം കയറി, ചെളി കയറി അത് തകർന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത്. മറ്റൊരു ദൃശ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ലൈമ എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയുടെ ബോർമയടക്കം അതിൻ്റെ താഴ്ഭാഗത്താണ്. ഈ ബേക്കറി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന അവിടേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. 60 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഉപകരണങ്ങളായും മറ്റ് അനുബന്ധ വസ്തുക്കളായും എല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 2 ദൃശ്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പുറത്ത് വന്നിട്ടുള്ളത്. അത് ഇവിടുത്തെ ഈ ചൂരൽമല ജംഗ്ഷനിലെ ഒത്ത നടുവിലുള്ള കടയാണ്. ആ കടകളിൽ ഒന്ന്, ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ദൃശ്യങ്ങളിൽ ഈ ലൈമ എന്ന് പറയുന്ന നിഷാദ് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കടയിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ചൂരൽമല ജംഗ്ഷനിലെ അഷറഫിൻ്റെ കടയ്ക്ക് മുന്നിലാണ്. അതിപ്പോൾ ഭാഗികമായി ഇവിടെ ശുചീകരണ പ്രവൃത്തികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ചെളി നിറഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തോളം ചെളി നിറഞ്ഞ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം വലിയ നഷ്ടം ഇവിടെ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഈ അഷറഫ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ആ നഷ്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വ്യക്തമാക്കും. എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി? അത് നിങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടു, അത് ഭയങ്കര ഭയാനകമായ ദൃശ്യങ്ങളാണല്ലോ. ഏകദേശം ഒരു 20 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ സാധനങ്ങളെല്ലാം ഇവർ വിവിധ സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്ന് കഴുകി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗശൂന്യമല്ല. അത് അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ നമുക്കൊരു സേവനം ചെയ്തു തരാണ്. കാരണം എന്ന് വെച്ചാൽ അത് വിൽപ്പനയ്ക്കൊന്നും ഇനി പറ്റില്ല. അപ്പോൾ അവരിത് ഈ ചളിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുന്നത് കാണാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അത് അവർ ചെയ്തു തരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇനി എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പാണത്. കാരണം നമുക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ അടുത്തുള്ളതുകൊണ്ട് കൂടുതൽ സ്റ്റേഷനറിയാണ് ഉള്ളത് സ്കൂൾ കുട്ടികൾക്കുള്ളത്. ആ സ്കൂള് അത് ഇങ്ങനെ ആയതുകൊണ്ട് ഇനി നാളെ എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ആശങ്ക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ ഇത്രയും 10-30 വർഷമായിട്ട് ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുവരുന്ന ഷോപ്പായിരുന്നു, അതാണ് ഈ രീതിയിൽ നശിച്ചത്. ഈ കാണുന്ന പുഴയോരത്താണ് വീടും ഈ ഒരു പ്രളയത്തിൽ വാസയോഗ്യമല്ലാത്തത് നശിച്ചുപോയി. ഇനിയിപ്പം വിവിധ ഇത്തരം ഇങ്ങനെ ഈ ഒരു നവീകരണങ്ങൾ വർഷാവർഷം ഓരോ നവീകരണം ചെയ്യുമ്പോഴും വിവിധ ബാങ്കിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെയുള്ളൊരു ഗ്രാമമാണ്. ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്, വലിയ മാനസിക പ്രയാസത്തിലാണ്. ഇനി നാളെ എന്താണെന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നം. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഇനി കരപറ്റിയെടുക്കാൻ പറ്റുക, ഇനി എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് സാധ്യമാക്കുക എന്നുള്ളതാണ്.
എന്തായാലും ആ നഷ്ടത്തിന്റെ കണക്ക് ഇദ്ദേഹം തന്നെ പറഞ്ഞു. 20 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അതായത് അത് എല്ലാം ഈ ചൂരൽമലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ, മുണ്ടക്കൈക്കും വേണ്ടതെല്ലാം തന്നെ ഈ കടയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും നശിച്ച ഒരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ശുചീകരണ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സന്നദ്ധ സംഘടനകൾ, ടീം വെൽഫെയർ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ SYSന്റെ സാന്ത്വനം ടീം ഒരു ഭാഗത്ത്, DYFIയുടെ യൂത്ത് ബ്രിഗേഡ് ഒരു ഭാഗത്ത്, അങ്ങനെ ഈ ശുചീകരണ പദ്ധതികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെളി അടിഞ്ഞതിൻ്റെ എത്രത്തോളം വലിയ അളവിലാണ് ചെളി അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം പുഴ വഴി മാറി ഇവിടേക്ക് ഒഴുകി ഈ ചൂരൽമല ജംഗ്ഷനെ പൂർണ്ണമായും തുടച്ചെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഇതാ ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘം ഒരു ഭാഗത്ത് ശുചീകരണ പരിപാടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവിടെ ബേക്കറികളുണ്ട്, പലചരക്ക് കടയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ചായക്കടകളുണ്ട്, അങ്ങനെ വിവിധ മൊബൈൽ ഷോപ്പുകളുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള കടകളെല്ലാം തന്നെയുള്ള പ്രദേശമാണിത്. ഇവിടെയാണ് ഈ വിധത്തിൽ ഇങ്ങനെ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികളെ സംബന്ധിച്ച് കനത്ത രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ഈ മഹാദുരന്തവുമായി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള സഹായങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സഹായമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ നടുക്കം സൃഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അത്രമാത്രം വലിയ അളവിൽ ഈ വെള്ളം ഇരച്ചു കയറുകയും ഒപ്പം ചെളിയും തടിയും മറ്റുമെല്ലാം തന്നെ അടിഞ്ഞു കൂടി ഇത് മൊത്തം തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്കായിരുന്നു ഈ ഒരു സംഭവം, ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ ഫ്രണ്ട്സ് ബേക്സിലെ ആ കടയുടെ ഭാഗമായുള്ള സാധനങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കട തുടങ്ങിയത് ഏതാണ്ട് ഈ ദുരന്തമുണ്ടാകുന്നതിന് 4 ദിവസം മാത്രം മുമ്പ് തുടങ്ങിയ ഉബൈദിൻ്റെ കടയാണിത്. ഈ തലേ ദിവസം ഇവിടെ എത്തി ഞങ്ങളൊരു ചായ കുടിച്ചൊരു കടയാണിത്. ആ കടയിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇർഷാനയും പുറത്ത് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. ആ കടയാണിത്. ആ കടയ്ക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള 5 ലക്ഷം രൂപ ധനസഹായമായി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ബേക്കറിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉപജീവനത്തിന് വേണ്ടി പ്രാഥമിക തുക എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. ആ തുകയെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഈ കട 4 ദിവസം മുമ്പ് മാത്രം തുടങ്ങിയ കടയാണ് ഈ ഫ്രണ്ട്സ് ബേക്സ് ആൻഡ് ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറയുന്ന ഈ സ്ഥാപനം. അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുന്ന അനുഭവമാണ് ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അതോടൊപ്പം തന്നെ ഈ ചൂരൽമല പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളത് തന്നെയാണ്. വെള്ളം പതുക്കെ ഇരച്ചു കയറി അത് പൂർണ്ണമായും ഒരു പ്രദേശത്തെ നക്കിത്തുടച്ച് കടന്നു പോകുന്ന വിധത്തിലേക്ക് അത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചതിൻ്റെ നേർസാക്ഷ്യമാണിത്. വലിയ രീതിയിലുള്ള നഷ്ടം, കനത്ത നഷ്ടം തന്നെയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ആ വ്യാപാരി സമൂഹത്തിന് നഷ്ടമെന്ന് പറഞ്ഞാൽ അത് 20 മുതൽ 60 ലക്ഷം വരെ ഒരു കടയിൽ നിന്ന് വരെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതിജീവിച്ചേ പറ്റൂ. അതുകൊണ്ടുള്ള അതിജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ, അതാണ് വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പലരും ലോൺ എടുത്ത ആളുകളാണ്, ലോൺ എടുത്ത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ആളുകളാണ്. കാലങ്ങളായി, ഏതാണ്ട് 30 ആണ്ടുകളായി ഇവിടെ ഈ കട ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അഷറഫിക്ക പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ കട ഈ ചൂരൽമലയ്ക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം തന്നെയുള്ള കടയായിരുന്നു. ആ കടയാണ് ഈ നിലയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ഥാപനം നമുക്ക് കാണാം ഒരു ഭാഗത്ത്. അതായത് ആദ്യ കട നമുക്ക് കാണുമ്പോൾ, അതായത് ഇവിടെ CPIMൻ്റെ ഒരു ചൂരൽമല ലോക്കൽ കമ്മിറ്റി ഓഫീസ് VK കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. അതിനോട് ചേർന്നാണ് ഈ കടകളൊക്കെ കാണാൻ കഴിയുന്നത്. അവിടെ ആ ഒരു കടയിൽ ചളി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ വഴി നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയും ചളി കയറിയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ, ആ ഉരുൾപൊട്ടൽ, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ പലരും വലിയ രീതിയിൽ വായ്പ എടുത്തുകൊണ്ട് തുടങ്ങിയ സംരംഭങ്ങളാണ്. ആ സംരംഭങ്ങൾക്കാണ് ഈ വിധത്തിലുള്ള വലിയ നാശം സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിജീവിക്കുക എന്നുള്ള വഴിയിലേക്ക് തന്നെയാണ് മുണ്ടക്കൈക്കാരും പുഞ്ചിരിമട്ടംകാരും ചൂരൽമലക്കാരും പോകുന്നത്. മറ്റൊരു വഴിയില്ല. അതിന് സർക്കാരിൻ്റെ ഇടപെടൽ വേണം, സന്നദ്ധ സംഘടനകളുടെ സഹായം വേണം, സുമനസ്സുള്ള മനുഷ്യരുടെ എല്ലാം തന്നെ പിന്തുണയും ഈ മണ്ണിന് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള പിന്തുണ ആർജിക്കുകയാണ് ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ, അപകട മേഖലയിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. ഗോകുൽ, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.